ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി. ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്. Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം വി.ഡി. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7 നിയുക്ത കോൺഗ്രസ് MLA-മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി.ഡി. സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി.ഡി. സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹിൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2ാം ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു. NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है. ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है. आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. VD സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.